പറയടാ. എടാ നീ എവിടാ? അമ്പലത്തിലാ. ചേച്ചി അളിയനും എവിടെയാ? രണ്ടുപേരും അകത്തുണ്ട്. എന്താ? എടാ ചേച്ചിയെ തനിച്ച് വിടരുത്, കൂടെ തന്നെ ഉണ്ടാവണം. ഏത് അമ്പലത്തിലാ? അളിയന്റെ വീട്ടിനടുത്തുള്ള അമ്പലത്തിലാ. എവിടേക്കും പോകരുത്, അവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ കണ്ടു, അവളെ ഞാൻ ഫോളോ ചെയ്തോണ്ടിരിക്കുക. എത്രയും വേഗം അവളെ പൊക്കിയിട്ട് നിനക്ക് ഞാൻ ഫോൺ ചെയ്യാം. പറയടാ. ഹരി, അമ്പലത്തിലാന്ന് പറഞ്ഞിട്ട് എവിടെയാണ്? വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. എവിടെയാണ് നീ? നിന്നോട് പോകരുതെന്ന് പറഞ്ഞാൽ എന്തിനാ പോയത്? സുധിയാണോ? അത് പിന്നെ ചേച്ചിക്ക് നിങ്ങളൊന്നും സംസാരിക്കണമെന്ന്. നിനക്ക് സുഖല്ലേ? ചേച്ചി എനിക്കൊരു കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല ചേച്ചി, ഒരു പ്രശ്നമില്ല. നീ വിഷമിക്കണ്ട കേട്ടോ, എല്ലാം നല്ല രീതിയിൽ നടക്കും. എല്ലാ കാര്യങ്ങളും നേരെയായി കഴിഞ്ഞാ നിന്റെ അളിയന് മുട്ടയടിച്ചേക്കാവുന്ന ഞാൻ നേർന്നിട്ടുണ്ട്. ചേച്ചി ഞാൻ പറയുന്ന കാര്യം ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ചേച്ചി ഇപ്പൊ വീട്ടിലേക്ക് പോകണ്ട, അളിയന്റെ കൂടെ പോയിക്കോ. അതെന്താടാ, വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒപ്പിച്ചോ? അതൊന്നും ഒന്നുമില്ല ചേച്ചി. അളിയന്റെ ഫോൺ കൊടുത്തേ. നിക്ക് കൊടുക്കാം. ഹലോ അളിയ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം നേരെ അളിയന്റെ വീട്ടിലേക്ക് പോക്കോ. ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവണം, ഒറ്റയ്ക്ക് അയക്കരുത്. കൂടെ തന്നെ ഉണ്ടാവണം, ഞാൻ വേഗം വരാം. അതൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ നോക്കിക്കോളാം. പിന്നെ CBI നിനക്ക് ഹലോ അളിയ. ചേച്ചി അവളെ വിടണോ? മാറങ്ങോട്ട്. എന്താടാ പറഞ്ഞ? അളിയാ, അളിയ, അളിയ, ഹരി, ചേച്ചി, ഹലോ സാർ, സാറ് പറഞ്ഞ പോലെ അവന്റെ ചേച്ചിയെ പൊക്കിയിട്ടുണ്ട്. ആ സുഖം പുറകെ ഓടി വന്നായിരുന്നു. അവനെ അടിച്ച് താഴെയിട്ട് ഞങ്ങളിപ്പോ വന്നോണ്ടിരിക്കുക. അങ്ങനെയാണ് സാർ. ശരി സാർ. എടാ തിരിക്കണ വണ്ടി. ചേച്ചി ചേച്ചി ഇറക്കിയില്ല.
വന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് വരാൻ വേണ്ടി. വേഗം വാ. സുഖൻ എടാ അളിയനെ നോക്കിയോണം ഞാൻ പോകും. എങ്ങോട്ട് പോവാടാ? വിജയകൃഷ്ണനെ കാണാൻ പോവാ. ഡാ, അളിയാ. നിനക്ക് പറയാൻ കേൾക്കുന്നില്ല. ഇതിന്റെ കാര്യത്തിൽ ആരും തലയിടണ്ട പോ. നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. സുധി, ഡാ, ഫാമിലി വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ. ഇത് പേഴ്സണൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എനിക്കറിയാം. പ്രശ്നമായെന്ന് മനസ്സിലായില്ല. എല്ലാം എങ്ങോട്ടേലും പോ. ഡാ, സുധി, വേണ്ട. വേണ്ട സുഖൻ, പോകണ്ട. എനിക്ക് പോയേ പറ്റൂ. ഇനി ആരും എൻ്റെ കൂടെ നിൽക്കണ്ട. മനസ്സിലാക്ക്. പൊയ്ക്കോ. സുഖൻ, നിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ചേച്ചിയെ പോലും നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാനാവില്ല. ഞാൻ പോവാ. ഡാ, നിന്നോട് ഞാൻ തനിച്ച് പറയണോ ഇനി? ഇറങ്ങടാ. സോറി അളിയ, ഇത്രയും നാളും പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചല്ലേ അനുഭവിച്ചത്. ഇപ്പൊ നിനക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ നിന്നെ എങ്ങനെ ഒറ്റയ്ക്ക് അയക്കും? അതൊന്നും പറ്റില്ല. ഞാനും നിന്റെ കൂടെ വരും. എടാ, പറഞ്ഞ നീ പറഞ്ഞത് ശരി തന്നെയാ. ഫ്രണ്ട്ഷിപ്പ് വേറെ, ഫാമിലി വേറെ. പക്ഷെ ഫ്രണ്ടിന് ഒരു പ്രശ്നം വരുമ്പോൾ ആരായിരുന്നാലും ഫാമിലി വിട്ട് ഫ്രണ്ടിനൊപ്പം നിൽക്കൂ. ഡാ, നീ പോകാൻ പറഞ്ഞ ഉടനെ നിന്നെ വിട്ടിട്ട് പോകാൻ ഞങ്ങൾ നിന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല, നിന്റെ ഫ്രണ്ട്സ് ആണ്. കൂടി വന്നാ നിന്റെ കൂടെ ചേർന്ന് ഞങ്ങളെയും കൊല്ലും അല്ലേ? വാടാ മച്ചു, നമുക്കൊരു കൈ നോക്കാം. എടാ, നീ പറ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല അളിയ. പക്ഷെ എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാ? ഡാ, സുധി, എന്താണ് ഒന്നും സംഭവിക്കില്ല. ഞങ്ങളല്ലേ കൂടെയുള്ളത്. പ്രിയങ്കേ, ഫോൺ. ഹലോ. സുധിയുടെ ഫോൺ കൊടുക്ക. സുധിയോ? അങ്ങനെ ആരും ഇല്ലല്ലോ. നിങ്ങൾ സുധിയുടെ ഫോൺ കൊടുക്കാനാ പറഞ്ഞേ. അളിയ, കോൾ ട്രാക്കി. ഹലോ. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായി കാണും. അതിബുദ്ധി കാണിച്ച് നിന്റെ ചേച്ചിയെ നിനക്ക് നഷ്ടമാകരുത്. വരദരാജനെ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവരണം. എവിടെ വരണമെന്ന് മാത്രം പറയേ. കുറച്ച് കഴിഞ്ഞ് ഞാൻ അറിയിക്കാം. എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാ? അളിയ, കിട്ടിയ? ഒരു നിമിഷം അവരെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളിൽ ആർക്ക് ഫോൺ വന്നാലും ട്രാക്ക് ചെയ്യാൻ പറയും. ആരടാ? വിജയകൃഷ്ണൻ. എന്താ വേണ്ടേ? വരദരാജനെ കൂട്ടിക്കൊണ്ടുവരാ. ചത്തുപോയാൻ എങ്ങനെ വിളിച്ചോണ്ട് വരും?